പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് അനിൽ ദേവ്. ഉറ്റവർ സിനിമയുടെ സാക്ഷാത്കാരം നിർവഹിച്ച ഞാനാണ്. ഇപ്പോൾ തിയേറ്ററുകൾ ഓടുകയാണ്. കേരളത്തിൽ മൊത്തമായിട്ട് 68 തിയേറ്ററുകളിലോളം സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീഡ്ബാക്ക് കൊള്ളാം. വന്ന റിവ്യൂസും എല്ലാം നന്നായിട്ടാണ് പടത്തിനെ പറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷകരമായി തോന്നുന്നു. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. നമ്മുടെ ഉറ്റവർ സിനിമയുടെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അരുൺ നാരായണനാണ്. അരുൺ നാരായണൻ ഏകദേശം 4ഓളം സിനിമകളിൽ അഭിനയിച്ച ആളാണ്. കുംബാരീസ്, പുരുഷപ്രേതം, ആവാസവ്യൂഹം, പിക്കാസോ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. അതിനുശേഷം നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് നമ്മുടെ ഈ ഉറ്റവർ. അപ്പോൾ അതിനുശേഷം ആതിര സുധീറാണ് നമ്മുടെ നായിക. ആതിര സുധീറും നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലും യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിലെല്ലാം ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് അവാർഡ് കിട്ടിയ ആളാണ്. മുൻപ് ഒരുപാട് കാലം ഇവിടെ സ്റ്റേജ് പെർഫോമൻസിലുണ്ടായിരുന്നു. ഡ്രാമ ഫെസ്റ്റിവലിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. സജീവമായിട്ട് 12 വർഷം കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഈ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആതിര സുധീർ. അപ്പോൾ ആതിര സുധീറിനെയാണ് നമ്മൾ നായികയായിട്ട് ഇതിനകത്ത് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ജിഷ്ണു വിജയൻ നായരാണ്. അപ്പോൾ ജിഷ്ണു വിജയൻ നായർ ഭഗവത ജുഗം എന്ന് പറയുന്ന ഒരു സംസ്കൃത സിനിമയിലെ നായകനാണ്. ആ സിനിമ ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ബാക്കിയുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയ സിനിമയാണ് ഈ ഭഗവത ജുഗം. അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യലായിട്ട് ചിത്രീകരിച്ച ഒരു സംസ്കൃത ചിത്രമാണ് ഭഗവത ജുഗം. അതിനകത്തുള്ള നായകനായിരുന്നു ജിഷ്ണുവിൻ്റെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ക്യാരക്ടറിന് അദ്ദേഹം ചേരുമെന്ന് കണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ രാം ഗോപാൽ ഹരികൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലും ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലെല്ലാം പ്രൈസ് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില വർക്കുകൾ കണ്ട് അദ്ദേഹത്തിനെ ഇതിനെ ഏൽപ്പിച്ചത്, ഈ ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം 4 പാട്ടുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ 4 പാട്ടുകളിൽ ഒരു പാട്ട് ഇപ്പോൾ ഹിറ്റ് ചാർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 ലക്ഷം വ്യൂസ് കഴിഞ്ഞ് മനോരമ മ്യൂസിക്കാണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ്, നിങ്ങളിന്നിപ്പോൾ 2 മണിക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ രാം ഗോപാൽ ഹരികൃഷ്ണൻ ഒറ്റയ്ക്കാണ്. മൊത്തം ആ സിനിമ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. മ്യൂസിക്കും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ എന്നാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ അത്ര നന്നായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ പയ്യനാണെന്ന് കണ്ട് നമുക്കൊരു വളരെയധികം എനർജി കൂടെ ഞങ്ങളുടെ സംഘത്തിന് തന്ന ആളാണ് രാം ഗോപാൽ ഹരികൃഷ്ണൻ. ഇനി ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ലോറൻസ് ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം 18-ാം പടി തുടങ്ങി 5ഓളം 6 സിനിമകൾക്ക് ഗാനം എഴുതിയതിന് ശേഷമാണ് നമ്മുടെ ഉറ്റവരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ വളരെ മനോഹരമായ ഈരടികൾ തന്നെയാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിത്യ സി കുമാർ, ആതിര മുരളി. 3ാമത്തെ സിംഗറാണ് നമ്മുടെ ഹരികൃഷ്ണൻ സഞ്ജയൻ. അപ്പോൾ അദ്ദേഹം ആ ഗാനം വളരെ നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളിന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അതിനകത്ത് മെയിൽ വോയിസ് ഒന്നാണുള്ളത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സിനിമ എന്ന് പറയുന്നത്, ഞങ്ങൾ ആദ്യം കഥാപാത്രങ്ങളെ അതായത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായി. പിന്നെ അല്ല നടീനടന്മാരെ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് ചേരുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. കൃത്യമായും സ്ക്രിപ്റ്റ് എഴുതി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ നടന്മാരെ തേടിയുള്ള അന്വേഷണമായി, നടീനടന്മാരെ തേടിയുള്ള അന്വേഷണമായി. ഏകദേശം ഒരു 3.5 മാസത്തെ വർക്കിന് ആ ഒരു അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ള ഈ നടന്മാരും ഇതുപോലെ തന്നെ ഓരോ ചെറിയ റോളുകൾ ചെയ്തവർ പോലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കണ്ടെത്തിയത് അതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയവും
വളരെ നന്നായിട്ട് അവരെല്ലാം പെർഫോം ചെയ്തു. ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. നടന്മാരായാലും കാരണം നമ്മുടെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. വളരെ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രീ പ്രൊഡക്ഷനായാലും പോസ്റ്റ് പ്രൊഡക്ഷനായാലും എല്ലാം അങ്ങനെയാണ് ചെയ്തത്. എല്ലാത്തിനും അവർ നന്നായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക. അതിൻ്റെ സംസാരിക്കും. അതിനകത്ത് ഏറ്റവും ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണിത്. സ്ത്രീ കഥാപാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. അത് ആതിര സുധീറാണ് അഭിനയിച്ചത്. അത് നമ്മുടെ ഈ തൊട്ടുമുമ്പുള്ള നാഷണൽ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയ പെർഫോമൻസുകളിലൊന്നായിരുന്നു ആതിര സുധീറിൻ്റെ പെർഫോമൻസ്. പിന്നെ ഞങ്ങളോടൊപ്പം വേറെയും 1-2 പേര് വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിമയുടെ പ്രോജക്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത് സഞ്ജു സാഹിബാണ്. അദ്ദേഹമാണ് സിനിമ മൊത്തം എക്സിക്യൂട്ട് ചെയ്തത്. അടുത്ത നമ്മുടെ കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്ന അനിൽ ശ്രീരാഗമാണ്. അപ്പോൾ അവർ രണ്ടുപേരും സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത സിനിമയാണ്. ഇനി ആതിര സുധീർ സംസാരിക്കുന്നത്. എൻ്റെ പേര് ആതിര സുധീർ. എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു കഥാപാത്രമാണ്. പിന്നെ ഇതിനെപ്പറ്റി അധികം സംസാരിക്കാൻ ഞാൻ ഓഡീഷൻ വഴി സെലക്ട് ആയതാണ്. ജസ്റ്റ് നാഗരാജ് സാർ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. ഓഡീഷൻ വഴി സെലക്ട് ആയി ഇങ്ങനെ കയറിയതാണ്. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് കലോത്സവത്തിന് പങ്കെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതുപോലെ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഉറ്റവർ ക്രൂ പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ളതാണ്. സാർ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ സിനിമ കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി അഭിപ്രായം നിങ്ങളാണ് പറയാനുള്ളത്. ഞാൻ എങ്ങനെ ചെയ്തു, മോശമായാലും നല്ലതായാലും റിവ്യൂ പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്തൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്താമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഈ കഥാപാത്രം ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ചെയ്തത് ആദ്യത്തെ സിനിമയാണെങ്കിലും കഥാപാത്രം കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇത്രയും വലിയൊരു ക്യാരക്ടർ ആദ്യം തന്നെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയതാണ്. അപ്പോൾ അത് എൻ്റെ 100% നീതി പുലർത്താൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും സിനിമ കാണാം. നായകനായിട്ട് അഭിനയിച്ച അരുൺ നാരായണൻ, അദ്ദേഹത്തിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ കടുങ്കാപ്പി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയാം. 220 ലക്ഷം വ്യൂസ് ഉണ്ടായ ഒരു മ്യൂസിക്കൽ വീഡിയോയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം അറിയാം. അരുൺ നാരായണനെ ഞാൻ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും അരുൺ നാരായണൻ ഞാൻ ഈ കടുങ്കാപ്പി കണ്ടിട്ടില്ല. അതുകൊണ്ട് അരുൺ നാരായണനെ അത് കണ്ടിട്ടല്ല ഞാൻ സെലക്ട് ചെയ്തത്. അരുൺ നാരായണൻ്റെ പെർഫോമൻസ് കണ്ടാണ് ഇതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ മക്കളോട് ഇത് പറഞ്ഞപ്പോൾ അവർ ഈ ഫോട്ടോ കണ്ടോടും പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ കടുങ്കാപ്പി ചേട്ടനാണല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ യുവതലമുറ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു. നമസ്കാരം. ഞാനിങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ പടത്തിൽ അഭിനയിച്ചത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെയാണ് ഞാനിങ്ങനെ അഭിനയ രംഗത്തിലോട്ട് വരുന്നത്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ അഭിനയിച്ച സിനിമകളിൽ എന്താ പറയുക, കുറച്ച് കൂടുതൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഉറ്റവർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനൊരു പടത്തിൽ ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും നായകൻ എന്ന് പറയുന്നൊരു രീതിയിൽ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുന്നതിൽ. താങ്ക് യു. ജിഷ്ണു വിജയൻ നായർ. നമസ്കാരം. ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് വളരെ ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം കുട്ടിക്കാലം മുതൽ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഓടിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു നമ്മുടെ ആത്മാവിൻ്റെ തന്നെ ഒരു ആവിഷ്കാരം എന്നൊക്കെ പറയുന്ന ആ ഒരു തലമാണ് ഓരോ സിനിമകളും ഓരോ ക്യാരക്ടറും ചെയ്യുമ്പോൾ. അനിൽ സാർ പറഞ്ഞ പോലെ ഭഗവദ്ഗീത എന്ന സിനിമ ആയിരുന്നു എൻ്റെ ഡെബ്യൂ മൂവി. സംസ്കൃത സിനിമയായിരുന്നു. അതിനുശേഷം ഉറ്റവരിൽ വിഷ്ണു എന്ന് പറയുന്ന കഥാപാത്രം, അതിനോട് നീതി പുലർത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും ചിത്രം കാണുക. അപ്പോൾ തന്നെ എത്രമാത്രം ഓരോ ക്യാരക്ടറിനും നായിക കൂടെ അഭിനയിച്ചിട്ടുള്ള ഞാൻ, സജിയേട്ടന്, റോയേട്ടന്, ഇങ്ങനെയുള്ള ഓരോ ആളുകളും, ഡോറ ചേച്ചി, എല്ലാവരും ഈ സിനിമയിൽ അവരുടേതായിട്ടുള്ള ഭാഗം നന്നായിട്ട്
ചെയ്യുവാൻ സാധിച്ചു. അതുതന്നെയാണ് ഈ സിനിമയിൽ തീർച്ചയായിട്ടും അഭിനേതാക്കൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സോ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. താങ്ക് യു. നമ്മുടെ സംഗീത വിസ്മയം തീർത്ത രാംഗോപാൽ ഹരീഷ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടാൻ പറ്റിയതിനും. കാരണം ഞാൻ 16 വയസ്സ് മുതലേ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും, ഓർക്കസ്ട്രേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒന്നും നമ്മൾ വ്യൂസ് ഒന്നും നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ അങ്ങനെ കുറച്ച് ചെയ്ത പാട്ടുകൾ കേട്ടിട്ടാണ് അനിൽ സാർ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നത്, ഇങ്ങനെ ഒരു പടം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ റിയാലിറ്റിയാണ് പടം മൊത്തം കാണിക്കുന്നത്. അത് അതിൻ്റെ പറയുന്നുണ്ട്, ഫിലിം ഇസ് ബേസ്ഡ് ഓൺ ട്രൂ ലൈഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എടുത്തേക്കുന്ന രീതിയിലും നമ്മൾ ഒരു ജനലിൽ കൂടെ നമ്മൾ അവരുടെ ജീവിതം നമ്മൾ കാണുന്നു എന്നാണ് സത്യം പറഞ്ഞ പടം കാണുമ്പോൾ തോന്നുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിലും ശരി, അതിൻ്റെ ഓഡിയോ സൈഡ് ആണെങ്കിലും ശരി. ആൻഡ് സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുമ്പോഴും നമുക്ക് എൻ്റെ അടുത്ത് എനിക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. ഞാൻ യൂക്കുലേലി, ഗിറ്റാർ ഇങ്ങനത്തെ കുറേ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം നമ്മൾ ഉപയോഗിച്ച് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് ഓൾസോ നമ്മളൊരു യൂഷ്വൽ പടങ്ങൾ കാണുന്ന ഒരു എക്സ്ട്രീം BGMസും ഒന്നും വലുതായിട്ടില്ല. പക്ഷേ ഉള്ളതെല്ലാം നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള സീനുകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. അതുപോലെ അതിൻ്റെ പാട്ടുകളിലും അതേ റിക്വയർമെൻറ്റ്സും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഓരോന്ന് ചെയ്തു. അതിൻ്റെ 2 പാട്ടിന് ആക്ച്വലി സിംഗേഴ്സിന് അവാർഡും കിട്ടിയായിരുന്നു. പുലരി പാറ്റും എന്ന് പറഞ്ഞൊരു നമ്മുടെ സിനിമയിൽ രണ്ടാമത്തെ പാട്ടിന് ആക്ച്വലി ഹരീഷ് സഞ്ജയന് പൂവച്ചൽ ഖാദർ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സിൻ്റെ ബെസ്റ്റ് ഡെബ്യൂ മെയിൽ സിംഗർ അവാർഡ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ആതിര മുരളി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ സിംഗർ ഉണ്ട്. പുള്ളിക്കാരിക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിട്ടിക്സിനും ബെസ്റ്റ് സിംഗറിന് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ മലബാർ ഫിലിം ഫെസ്റ്റിവലിലും അവാർഡ് കിട്ടിയിരുന്നു വിജയനദി എന്ന് പറഞ്ഞൊരു സോങ്ങിന്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കുറേ ടാലൻ്റ് ആയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചവരാണെങ്കിലും ആതിര ചേച്ചി ആണെങ്കിലും അരുൺ ജാനാണെങ്കിലും ജിഷ്ണു ചേട്ടനും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിറിക്സ് ലോറൻസ് സാറ് ഞാനും ലോറൻസ് സാറും ഒരേ വേവ് ലെങ്ത്തിൽ എപ്പോഴും പോകുന്നത്. കാരണം ഞാൻ ഒരു ട്യൂണിങ് ജസ്റ്റ് മൂളിക്കൊടുത്താൽ സാർ അതിന് അനുസരിച്ച് കറക്റ്റ് മീറ്ററെങ്കിലും ചെയ്യും. എനിക്ക് വേറെ ഒരു കറക്ഷനും ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ അകത്ത്. സോ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഒരു റിയാലിറ്റിയാണ്. അത് വീഡിയോ വൈസ് ആണെങ്കിലും ശരി, ഓഡിയോ വൈസിലും ഭയങ്കര റിയാലിറ്റി ഫോക്കസ് ആണ്. കാരണം പടത്തിൽ നമ്മൾ മ്യൂസിക്കും അതിനും ഉപരിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോളി നല്ല ഇതാണ്. ചിത്രാഞ്ജലി ആയിരുന്നു ഫോളി മിക്സിംഗ് ഒക്കെ ചെയ്ത്. and Shankar Das എന്ന് പറയുന്ന ഒരു ഓഡിയോ എഞ്ചിനീയർ ഉണ്ട് ചിത്രാഞ്ജലിയിൽ. ശങ്കർ ചേട്ടനിലേക്ക് എനിക്ക് ഒരു ഹ്യൂജ് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇമേഴ്സീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് പടം വിഷ്വലി 3D അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഒരു 3D ഓവറോൾ 3D എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. സോ അങ്ങനത്തെ കുറേ ടാലന്റഡ് ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗാനത്തെ ചെയ്ത ലോറൻസ് ഫെർണാണ്ടസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 18ാം പടി എന്ന ചിത്രത്തിലൂടെയാണ്, അതിലെ തൂമഞ്ഞു വീണ വഴിയെ എന്ന ഗാനത്തിലൂടെയാണ് രംഗത്ത് വന്നത്. അപ്പോൾ ഈ വലിയ വലിയ ചിത്രങ്ങളിൽ നമ്മൾ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ അതിന് സാങ്കേതികമായി ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ സാമൂഹിക അവബോധമുള്ള ചിത്രങ്ങൾ അതിന് സ്പേസ് കുറയുന്നു എന്നുള്ളതാണ് പുതിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഉച്ചനീചത്വങ്ങൾക്കെതിരെ മനുഷ്യൻ പോരാടേണ്ടതുണ്ട് എന്ന് പഴയകാലം മുതലേ നമ്മൾ വാദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മതിലുകൾ ഇടിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ദുരന്തമായിരിക്കുന്നത്. അതിലേക്ക് ഈ ചിത്രം നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര മത്സരത്തിൽ മികച്ച നവാഗത സംവിധായകനും മികച്ച നടിക്കും ഫൈനലിലെത്തിയ രണ്ടുപേരും ഈ ചിത്രത്തിലെ പ്രകടനത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ചിത്രത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയതിന്. മാത്രമല്ല ഇതിലെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മേഖലകളെ ചിത്രീകരിക്കുന്ന പച്ചയൊരു ജീവിത യാഥാർത്ഥ്യം ഈ സിനിമയ്ക്കുണ്ട്. അത് കാണുന്നവർക്കെല്ലാം ബോധ്യമാകുമെന്നുള്ളതാണ്. കണ്ടുവരും അത് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ അതിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ആ പാട്ട് ആ സന്ദർഭത്തിന് യോജിച്ചത് മാത്രമാണ്. കാരണം ഒരു കൊമേഴ്സ്യൽ എലിമെൻറ്റോട്ട് പോയി അതിനെ കഥയുടെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കളയരുത് എന്നുള്ളത് കൊണ്ട് ഇതിലെ പാട്ടുകളെന്ന് പറയുന്നത് ആ കഥാപാത്രങ്ങൾക്കും കഥാ സന്ദർഭത്തിന് യോജിച്ചതിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാനും രാം ഗോപാലും ചെയ്തേക്കുന്നത്. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം, പാട്ടെഴുത്തിന്
അതിൻ്റെ പ്രസക്തി കുറയുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പാട്ടെഴുത്തുകാരനെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പലപ്പോഴും ഈ പഴയ കാലത്തുണ്ടായിരുന്നു. പാട്ടെഴുത്തുകാരന് എഴുത്തുകാരൻ്റെ പേര് കൊണ്ടുവരിക, കൂടെ സംഗീത സംവിധായകനും അതായത് ഗാനരചയിതാവും നേരത്തെ തന്നെ അവരുടെ ടൈറ്റിലിൽ വരിക എന്നുള്ളത് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോവുകയാണ്. ഈ ചിത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവിൽ ഞാൻ കാണുന്നതാണ്. പാട്ടെഴുത്തുകാരനും അതോടൊപ്പം തന്നെ പ്രസക്തി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉറ്റവർ എന്ന സിനിമ സംഗീതം കൊണ്ടും വളരെ മികച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഞാൻ അനിൽ ദേവ് സാറിനോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിന്. താങ്ക് യു. ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് സ്ക്രിപ്റ്റിനോട് അങ്ങേയറ്റം നീതി പുലർത്തി യാതൊരു തരത്തിലുള്ള ഏച്ചുകെട്ടലുകളോ ഒന്നും കൂടാതെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നായകൻ എന്നുള്ള കഥാപാത്രം ചന്തുവിൻ്റെ അച്ഛനും അമ്മയുണ്ട്, കുമാരനും ഗിരിജയും. അവരുടെ ഊരിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഊരിലേക്ക് പോകുന്നു, ഊരിൽ കാര്യങ്ങൾ നടക്കുന്നു, അവിടെ ഉത്സവം നടക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഡയലോഗുകളിലൂടെ പറയാതെ ആ സംഭവം കാണിച്ചിട്ട് അവിടുത്തെ ഒരു പാട്ടിലൂടെ അത് അവതരിപ്പിക്കണം എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തീരുമാനിച്ചതാണ്. അതനുസരിച്ച് പുലരി പാറ്റു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാം റിയലിസ്റ്റിക് ആയതുകൊണ്ട് നമ്മളിപ്പം മലയാള സിനിമയുടെ ഒരു പ്രത്യേകത നമ്മളെടുത്താൽ 22 വയസ്സായ നായകന് ചിലപ്പം പാട്ട് പാടുന്നത് 70 വയസ്സായ ആളായിരിക്കും. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണ്. അത് എങ്ങനെ മാച്ചാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൾക്കാരത് മാച്ചായിട്ട് കാണുന്നുമുണ്ട്. ഇതെങ്ങനെയാണ് മാച്ചാവുക? ഒരിക്കലും അത് മാച്ചാവില്ല ശരിക്കും. പക്ഷേ ആൾക്കാർ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ഈ സിംഗറെ സെലക്ട് ചെയ്തപ്പോൾ പോലും കഥാപാത്രത്തിൻ്റെ ഏജ് നോക്കിയാണ് സിംഗറെ സെലക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പുലരി പാറ്റു എന്നുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ ചന്തുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആയതുകൊണ്ട് ആ ഏജ് ഗ്രൂപ്പിലൊരു ഗായകനുള്ള അന്വേഷണം ചെന്ന് അവസാനിച്ചത് ഹരികൃഷ്ണൻ സഞ്ജയനിലാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 30-35 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ ഏത് സംഗീത സദസ്സിലെയും ഏറ്റവും മികച്ച ഗായകനായി മാറിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ പാടാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയെന്നത് എനിക്ക് അഭിമാനം ഉള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹം 35 വർഷം മുമ്പേ ഇത് അർഹിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണത് കിട്ടിയതെന്നുള്ളതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ആ സിനിമയിലെ 4 വരി പാടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൊത്തം പാടും. നിങ്ങളുടെ സമയം അനുസരിച്ച് 4 വരിയെങ്കിലും പാടുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരികൃഷ്ണൻ സഞ്ജയൻ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രൊഫഷൻ, ഞാനൊരു എഞ്ചിനീയർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റുമാണ്. പാട്ട് 10 വയസ്സ് മുതൽ പാടുന്നുണ്ടെന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ആവണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് കാരണം അതിനുള്ള ശ്രമങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ ട്രാക്ക് പാടിയാണ് ഞാൻ വരുന്നത് ശരിക്കും. അപ്പോൾ രാം ഗോപാലെ സഹായിക്കാൻ വേണ്ടി ട്രാക്ക് പാടിയതാണ്. പക്ഷേ ട്രാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെന്നറിയില്ല, ലോറൻസ് സാറ് ഇതിൻ്റെ ഗാനരചയിതാവും അതുപോലെ തന്നെ അനിൽ ദേവ് സംവിധായകൻ, ഇവർക്ക് രണ്ടുപേർക്കും ഈ വോയിസ് മതി എന്ന് തീരുമാനമെടുക്കാൻ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതുകൊണ്ടാണ് ഇതിൽ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത്. പിന്നീട് അത് നവാഗത ഗായകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡും കിട്ടിയായിരുന്നു. നവാഗതൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു ഒരു 10-22 വയസ്സുള്ള ഒരു പയ്യൻ കടന്നു വരുന്ന വിചാരിച്ചു. എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അനിൽ ദേവ് തന്നെ ഇപ്പോൾ പറഞ്ഞു. കാരണം ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത്. അപ്പം എന്തായാലും അതിലൊരു 4 വരി പാടാം, ശ്രമിക്കാം. പുലരി പാറ്റും പുതുഞരമ്പിൻ കാതലേ, കരടുകായും കനലു തിന്നിന്നലേ, കഴിഞ്ഞു നാവിൽ മധുരനാമ കുറിവരച്ചവനേ, അറിയാതെന്തേ നീ മറന്നീ തണലിനേ, പകലറുതിച്ചിതയിലെറിയാൻ ചമതയായി പോണേ, നടവരമ്പിൽ നടനമാടാൻ തെയ്യമാകുന്നേ, ഒരു തുടം നീർ കറുക നാമ്പിലും തൂകുമോ, മനം നിറഞ്ഞേ തുടിമുഴങ്ങും ചിരികളങ്ങകലേ.
നമ്മൾ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് തുടങ്ങിയ അവാർഡുകളിൽ പരിഗണിക്കപ്പെട്ടതേ ഉള്ളൂ. അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പുരസ്കാരങ്ങളെ പറ്റി എടുത്ത് പറയാത്തത്. അത് അല്ലാതുള്ള മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും നമ്മൾ നേടി. ആ നേടിയത് തന്നെ പല സ്ഥലത്തും ആട്ടം സിനിമയ്ക്ക് സെക്കൻഡും ഞങ്ങൾ ഉറ്റവർ ഒന്നുമൊക്കെ ആയിരുന്നു പലയിടത്തും. പക്ഷേ ഈ സിനിമകൾ പല കമ്മിറ്റികളും കാണുന്നത് പല രീതിക്കാണല്ലോ. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ രീതിക്കാണ് കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൺസീവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയില്ല. ബാക്കിയുള്ള സ്ഥലത്ത് അവർ കൺസീവ് ചെയ്തപ്പോൾ നമ്മളെ സിനിമയാണ് നല്ലതെന്ന് തോന്നി അവർ അവാർഡ് തന്നു. അപ്പോൾ അങ്ങനെ 9ഓളം അവാർഡുകൾ കിട്ടി. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് മെൻഷൻ ചെയ്യാത്തതാണ്. പിന്നെ ഇപ്പോൾ എനിക്കുള്ളൊരു ചാരിതാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു ടാലൻറ്റ് ഹണ്ടിങ് ആയിരുന്നു. അതായത് നമ്മൾ ഒരു സിനിമ ഇപ്പോൾ ഒരു ശരാശരി മലയാളം സിനിമ ചെയ്യാൻ 12 കോടി രൂപയാണ് ബഡ്ജറ്റ്. അപ്പോൾ 12 കോടി രൂപ ബഡ്ജറ്റിൽ സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ 12 കോടി രൂപയും പല പ്രൊഡ്യൂസർമാർക്ക് നഷ്ടപ്പെടാറാണ് പതിവ്. വളരെ കുറച്ച് പേർക്ക് അത് തിരിച്ചു കിട്ടാറുള്ളൂ. അതൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. എന്നിട്ട് ഈ സിനിമകളാണെങ്കിലോ ഒരിക്കലും തിരക്കഥയോട് നീതി പുലർത്തുന്നുമില്ല. അതായത് തിരക്കഥയ്ക്ക് ചേരാത്ത നടന്മാരാണ് അത് അഭിനയിക്കുന്നത്, കഥാപാത്രത്തിന് ചേരാത്തവരാണ്. കാരണം കഥാപാത്രം ഉദ്ദേശിക്കുന്നതല്ല, കഥാപാത്രം ഒന്നായിരിക്കും, നടൻ വേറെ ഒന്നായിരിക്കും. അവരാ മാൻവസമൊക്കെ അവരുടെ പ്രായത്തിലുള്ള മാൻവസമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടോ അവർക്ക് കുറച്ച് ആരാധകരുള്ളത് കൊണ്ട് അത് അംഗീകരിക്കുന്നു. ശരിക്കും റിയലിസ്റ്റിക് ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് എന്തായാലും ആരാധകർ ഒരുപാടുള്ളത് കൊണ്ട് അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് എന്തായാലും ഈ ടാലൻറ്റ് ഹണ്ടിങ് നടത്തേണ്ടി വന്നു. അത് 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ബഡ്ജറ്റ് കുറയ്ക്കുക എന്നതാണ് ഒരു മെയിൻ. ബഡ്ജറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, നമുക്കുണ്ടാവാവുന്ന ഡാമേജ് വളരെ കുറവായിരിക്കും. അഥവാ എങ്കിലും ഒരു സിനിമയ്ക്കുള്ള ഒരു സാധാരണ കുറച്ച് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകളിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ വളരെ കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ OTT ആയാലും ശരി, സാറ്റലൈറ്റ് ആയാലും ശരി, അതുപോലെ തന്നെ ഡബ്ബിംഗ് റൈറ്റ്സ് ഉണ്ട്, ഓവർസീസ് റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഒരു മിനിമം റൈറ്റ്സുകളുണ്ട്. അപ്പോൾ ആ റൈറ്റുകൾ കിട്ടിയാൽ തന്നെ സേഫ് ആവാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ബഡ്ജറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഇതാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, അതിനുവേണ്ടി നമ്മൾ ഒരു വലിയൊരു ടാലൻറ്റ് ഹണ്ടിങ് നടത്തി. വളരെ റിസ്കി കാര്യമാണെങ്കിലും എല്ലാത്തിനും പറ്റിയ നല്ല നടന്മാരും നല്ല ടെക്നീഷ്യൻസ് എല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഇപ്പോൾ സക്സസ് ആയതാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് വരുന്ന ഫീഡ്ബാക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ട് റിവ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. മനോരമ ഓൺലൈൻ ഉൾപ്പെടെ പലരുടെയും റിവ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ടാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വിജയിച്ചതിലാണ് എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ 2 മണിക്ക് കണ്ടിട്ട് ശരിക്കും വിലയിരുത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും നേരം ഞങ്ങളെ സഹിച്ചതിന് നന്ദി. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് കാര്യം ചോദിച്ചാലും ഞങ്ങൾ തുറന്ന മനസ്സോടെ ആൻസർ പറയാം. പിന്നെ ഇതിൽ ആരെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്തായാലും 1 മണി വരെ ഇവിടെ ഉണ്ടാവും. 12 ആവുന്നതേ ഉള്ളൂ. 1 മണി വരെ അവൈലബിൾ ആണ്. ആരെങ്കിലും നായികയോ അല്ലെങ്കിൽ നായകനെയോ മ്യൂസിക് ഡയറക്ടറോ ആരെ ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും മീഡിയത്തിന് വേണ്ടി വേണമെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും 1 മണി വരെ. ഇപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ 68 സെന്റേഴ്സിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 9 സെന്ററുകളുണ്ട്. തിരുവനന്തപുരത്ത് 9 സെന്ററുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റാർ സിനിമകൾക്ക് മാത്രമാണ് അങ്ങനത്തെ അവസരം കിട്ടുന്നത്. ഞങ്ങൾ ഈ സിനിമയുടെ ട്രെയിലർ, പാട്ടുകളെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടാണ് ഇത് സ്വീകരിക്കപ്പെട്ടത്. അത് മാത്രമല്ല, പാട്ടിൻ്റെ ഒരു അത്ഭുതമുണ്ട്. സാധാരണ ഇപ്പോൾ സംഗീത മാർക്കറ്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് മ്യൂസിക് ഡയറക്ടേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് സിംഗേഴ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ലിറിസിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കത്തുള്ളൂ, പൈസയ്ക്ക് എടുക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ സിനിമ ഇതൊന്നും ഇല്ലാതെ തന്നെ പൈസയ്ക്ക് എടുത്തു എന്നുള്ളതാണ്. മനോരമ മ്യൂസിക്കാണ് ഞങ്ങളുടെ പാട്ടെടുത്തത്. അത് പാട്ടെടുത്തത് ഞങ്ങൾ ഈ 4 പാട്ടും അയച്ചു കൊടുത്തു. അവർ കേട്ടു, അവരതിൻ്റെ പിക്ചറൈസേഷൻ കണ്ടതിന് ശേഷം, അതായത് മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്, സിംഗേഴ്സ് 3 പേരും നല്ല പരിചയമുള്ളവരാണെങ്കിലും അവർ 3 പേരും സിനിമയിൽ ആദ്യമാണ്. അതുപോലെ തന്നെ ലിറിസിസ്റ്റ് 6ാമത്തെ സിനിമയ്ക്കാണ് പാട്ട് എഴുതുന്നത്. ഇതൊക്കെ ആയിട്ട് അവരത് സെലക്ട് ചെയ്യാൻ കാരണം പാട്ടുകളുടെ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അവരതുകൊണ്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ പ്രോഫിറ്റ് ഷെയർ ഒന്നുമില്ല. ഞങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് ആ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഞങ്ങൾ ചെയ്തത്. അതായത് സിനിമ കാണിച്ച് സിനിമയുടെ അതുകൊണ്ട് ഒരു 3.5 വർഷം എടുത്തു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ പ്രോജക്റ്റ് മൊത്തമായിട്ട് 3.5 വർഷം എടുത്തു. കാരണം ഇത് അവരിൽ എത്തിക്കാനും അവരിൽ നിന്ന് ചാൻസ് നേടിയെടുക്കാനും ഇത്രയും തിയേറ്ററുകൾ കിട്ടാനും ഒക്കെ അത്രയും സമയമെടുത്തു. ഇതിൻ്റെ ശരിക്കുമുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടെ 1.10 ബഡ്ജറ്റ്. ഈ ഇപ്പോൾ റിലീസ് ചെയ്ത് ഉൾപ്പെടെ അതിൻ്റെ ചിലവുകൾ ഉൾപ്പെടെ
അത് ഒരു 3.5 മാസത്തെ ഒരു പ്രോസസ്സായിരുന്നു. നായികയ്ക്ക് തന്നെ ഞങ്ങൾ ആ സ്ക്രിപ്റ്റിലുള്ള പല സംഭാഷണങ്ങളും അല്ലെങ്കിൽ പല അഭിനയവും ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവസാനം കിട്ടിയ ആളാണ് ആതിര സുധീർ. ആതിര നമ്മളെ ചിത്രാഞ്ജലിയിൽ വെച്ചായിരുന്നു ഓഡിഷൻ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്നു. ആതിര വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. എന്നിട്ട് അത് കാസ്റ്റിംഗ് ഡയറക്ടർ എനിക്ക് അപ്പോഴേ തന്നെ മൊബൈലിൽ സെൻഡ് ചെയ്തിരുന്നു. ഞാനത് നോക്കി, പെർഫോമൻസ് നോക്കി. ഞാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. നമ്മളെ ക്യാരക്ടർ, കാര്യം നമ്മൾ ആ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പത്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള ഒരാളിനെ, ഈ കാണുന്ന ആൾ തന്നെയാണ് നമ്മൾ പത്മ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആളിനെ നമ്മൾ ആ സമയത്ത് ഓഡിഷനിലൂടെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൽ. അതുപോലെ തന്നെ അരുൺ ഞങ്ങളിതുപോലെ ഫിക്സ് ചെയ്തു, നായിക ഫിക്സ് ചെയ്തു. നായകന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഇനി അലയാനില്ല. കാരണം നമ്മളെ സ്ക്രിപ്റ്റിന് വേണ്ട അതേ ഒരാളിനെ കിട്ടണം, അതേപോലെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇങ്ങനെ നടന്നു. ഞങ്ങൾ ഷൂട്ടിങ്ങും ഫിക്സ് ചെയ്തു. ഷൂട്ടിങ്ങിൻ്റെ 3 ദിവസം മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ അരുൺ ഒരു ഓഡിഷന് വേണ്ടിയായി എത്തുന്നത്. അരുണിന് അഭിനയിക്കുന്നതിന് മുമ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ നായകൻ, ഇത് മതി എന്നുള്ളതാണ്. എങ്കിലും അരുണിനെ കൊണ്ട് വെറുതെ ഒന്ന് ഓഡിഷന് വേണ്ടിയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ ജിഷ്ണു ചെയ്ത ക്യാരക്ടർ വിഷ്ണു എന്നുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനും ആലോചിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി മുട്ടയടിച്ച വിഷ്ണുവിന് കറക്റ്റ് ആയിരിക്കും. കാര്യം ഞാൻ ഈ വിഷ്ണുവിനെ ആലോചിച്ചപ്പോൾ അല്പം ഒന്ന് മുടിയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ സഹായിക്കും എന്ന് വെച്ചാൽ ഈ അതായത് പത്മയുടെ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ആളാണ് അവിടെ കൂടെ നിൽക്കുന്ന ആൾ. അപ്പോൾ ആ രീതിക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ എല്ലാം കാസ്റ്റിംഗ് എല്ലാ നടന്മാരും ഇവിടെ അച്ഛനായിട്ട് അഭിനയിച്ചതും ഒക്കെ, ഇപ്പോൾ സജി സോപാനം ആയാലും അങ്ങനെ. സജി സോപാനം എന്ന് പറഞ്ഞാൽ ഈ ചന്തുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചാണ്. അദ്ദേഹം സോപാനം നാടക കളരിയിൽ ഒരുപാട് വർഷം കൊണ്ടുള്ള ആളാണ്. അദ്ദേഹം അസാധ്യമായി പെർഫോം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ അതിനകത്ത് എല്ലാവരും ഗോവിന്ദൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത, അതായത് ആതിരയുടെ അച്ഛനായിട്ട് ഗോവിന്ദൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത റോയ് മാത്യു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ച നാഗരാജ്, പിന്നെ ഇവരുടെ അമ്മ ക്യാരക്ടർ ചെയ്ത ഡോറാബായി, ആശാ നായർ, അവരെല്ലാവരും മായാ സുഗു തുടങ്ങിയവരെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതെ ബുദ്ധിമുട്ടാണ്, ശരിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ആരും ആ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഉറ്റവർ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ് എന്നാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഉറ്റവർ എന്ന് പറയുമ്പോൾ ഈ സ്നേഹം മാത്രം വിളമ്പുന്നവരാണ് ഉറ്റവർ എന്നാണ് സാധാരണ ഒരു ഉറ്റവർ എന്ന വാക്കിന്റെ കൺസെപ്റ്റ്. അതാണ്, സ്നേഹം മാത്രം വിളമ്പുന്നവരാണ്. പക്ഷെ നമ്മൾ ജീവിതത്തെ കൃത്യമായി നോക്കിയാൽ സ്നേഹം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളുടെയും അടിസ്ഥാനം ഇട്ടവരാണ്. അത് ശരിക്കും ഈ നമ്മുടെ മുമ്പിലുണ്ടായ 1-2 സംഭവങ്ങളാണ് സിനിമയ്ക്ക് അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ സംഭവം പലപ്പോഴും ഈ ജാതി വിവേചനം അല്ലെങ്കിൽ ഓണർ കില്ലിങ്, ദുരഭിമാനക്കൊല ചെയ്യുന്ന ആൾക്കാർ കരുതുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ വിജയിക്കുന്നു എന്നാണ്. ശരിക്കും അത് ചെയ്യുന്നതോടെ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പരാജയം അവർ തന്നെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അവർ വിജയിക്കുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു കൺസെപ്റ്റ്, അത് മാത്രമല്ല ഇത് കഴിയുമ്പോൾ അവശേഷിക്കുന്ന ഇര ശരിക്കും അവർക്ക് എഗെയിൻസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. 100% എഗെയിൻ, അവരുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും ഒറ്റവർക്ക് എതിരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തത് കൊണ്ടാണ് ശരിക്കും ആ ഒരു ഇതിലേക്ക് എത്തിയത്. പിന്നെ അത് സിനിമയായിട്ട് ചിത്രീകരിച്ചപ്പോൾ ഒരിക്കലും യഥാർത്ഥ സംഭവങ്ങൾ ആവർത്തിക്കാതെ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആവരുതെന്നുള്ളതുകൊണ്ട് അത് പരിപൂർണമായിട്ടും തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് പറിച്ചു നടുകയും തിരുവനന്തപുരത്തിൻ്റെ സാമൂഹ്യ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമ കണ്ട നമ്മുടെ ഈ എറണാകുളത്തുള്ള 1-2 പേര് ഇന്നലെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങളിത് ഷൂട്ട് ചെയ്ത് ഇടുക്കിയിലാണോ എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്താണ് ഷൂട്ട് ചെയ്തത്. അവർക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നത്. കാര്യം ട്രിവാൻഡ്രത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാകും. നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന മുരുക്കമ്പുഴ, കണിയാപുരം, പള്ളിപ്പുറം, ആ ഒരു ഏരിയ, കഠിനംകുളം, ആ ഏരിയയിലാണ് നമ്മൾ ഇതിനകത്ത് ചന്തുവിൻ്റെ അച്ഛനും ആതിരയുടെ അച്ഛനും ഒക്കെ താമസിക്കുന്ന സ്ഥലം നഗരപ്രാന്തം എന്നുള്ള അർത്ഥത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് ശേഷം കോടതി രംഗങ്ങളുണ്ട്, അത് 5 തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ഊര് കാണിക്കുന്നുണ്ട്. ഊര് നമ്മുടെ വിതിരയ്ക്കടുത്തുള്ള കൊടിയക്കാല, പേപ്പാറയുടെ അടുത്ത് കൊടിയക്കാല എന്ന് പറഞ്ഞ ആദിവാസി കോളനി ഉണ്ട്. അവിടെ ചിത്രീകരിച്ചു. കുറച്ച് പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിളപ്പിൽശാലയ്ക്കടുത്ത് കടുമ്പുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത, ചാറ്റുപാട്ട് എന്ന് പറയുന്ന ഒരു ആദിവാസി കലാരൂപം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ മലയാളത്തിൽ പല സിനിമയ്ക്കകത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ചാറ്റുപാട്ട്. പക്ഷെ ആ ചാറ്റുപാട്ടുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിലെല്ലാം വെറുതെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ ഗായകർ പാടുന്നതായിട്ടാണ് ചാറ്റുപാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ ചാറ്റുപാട്ടാണ്. യഥാർത്ഥ ചാറ്റുപാട്ടെന്ന് പറഞ്ഞാൽ ഗോത്ര കലാകാരന്മാർ അത് ചെയ്യുന്നത് കൊക്കര എന്ന് പറയുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എല്ലാം ഇട്ട് മുട്ടിക്കാറുണ്ട്. പക്ഷേ ശരിക്കും കൊക്കര എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ്, അത് അവർ മാത്രം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, വേറെ ആരും ഉപയോഗിക്കുന്നില്ല. ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് യാതൊരു പ്രത്യേകിച്ച് ഭംഗി വേണമെന്നൊന്നും അവർക്ക് നിർബന്ധമില്ല, സ്ഫുടത വേണമെന്ന് നിർബന്ധമില്ല, ഒരു വാക്കിന്റെ അവസാനം തന്നെ നിർത്തണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ വാക്കിന്റെ നടുക്ക് വെച്ചായിരിക്കും അവർ പാടി നിർത്തുന്നത്. അപ്പൊ അത്തരത്തിലാണ് എൻ്റെ റോ മെറ്റീരിയൽ അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 3 ആദിവാസി കലാകാരന്മാരെ നമ്മൾ അവിടെ വിതിരയ്ക്കടുത്തുള്ള ഒരു കോളനിയിൽ നിന്ന് കണ്ടെത്തി, എനിക്ക് പന്നിക്കുഴി കോളനി, നക്കീരിക്കുഴി കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് കോളനികളുണ്ട്. അവിടെ നിന്ന് കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് ചിത്രാഞ്ജലി കൊണ്ടുവന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അവർക്ക് ഈ മൈക്കൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്ത 2 ചാറ്റുപാട്ടുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. വളരെ റോ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് അവസരത്തിന് തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്കും നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റിൽ കാർഡ്, ഒരു ടൈറ്റിൽ കാർഡ് ആ കലാകാരന്മാർക്ക് വേണ്ടി മാത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ 4 പാട്ടും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. 4 പാട്ടും സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, 4 പാട്ട് മാത്രമല്ല, ശരിക്കും 6 പാട്ടുണ്ട്. 2 ചാറ്റുപാട്ടാണ്. അതെല്ലാം കൃത്യമായിട്ടും അതിന്റെ സമയത്ത് മാത്രമേ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചാറ്റുപാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈറ്റിൽസ് വരുന്ന ചാറ്റുപാട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹിറ്റായി കൊണ്ടിരിക്കുന്ന പാട്ടുണ്ട്, മിഴികളിൽ തളിരിടും എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് 12 വരികളുണ്ട്. അല്ല, 4 വരികൾ മാത്രമേ സിനിമയ്ക്ക് ഉപയോഗിച്ചുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, ലാഗ് ആയി പോകുമെന്ന് തോന്നിയതുകൊണ്ടാണ്. നമ്മൾ 12 വരികളും വേണമെങ്കിൽ അതിനകത്ത് ഇടാമായിരുന്നു. പക്ഷേ അവരുടെ ഒരു പ്രണയം അത്രയും കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ രജിസ്റ്റേർഡ് ആണ്. അതിനുവേണ്ടി 12 വരികൾ കാണിക്കേണ്ടെന്ന് വിചാരിച്ച് 4 വരികളെ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഊരിലേക്കുള്ള പാട്ട്, ആ പാട്ട് മൊത്തമുണ്ട്. ആ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഒരു വിമൻ എംപവർമെന്റ് പോലെ വരുന്നൊരു പാട്ടുണ്ട്, മാറില്ല വീഴും വരെ എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് ഏറ്റവും അവസാനത്തെ ടൈറ്റിലിന്റെ മുകളിലാണ് പോകുന്നത്. സിനിമയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് മാറില്ല വീഴും വരെ. അതായത് ഞാനിപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ഹരീഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ താമസിച്ചിട്ടാണ്. അതായത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ പ്രായത്തിലല്ല ചെയ്യുന്നത്. അതിന് അങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവാൻ കാരണം ഈ മാറില്ല വീഴും വരെയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം നമ്മളതിൽ നിൽക്കും, നമ്മൾ മരിക്കുന്നവരെ ഇതിൽ നിൽക്കും. കാരണം നമ്മുടെ പാഷൻ അതാണ്. അത് ആ സിനിമയ്ക്കകത്ത് ഏറ്റവും അവസാനത്തെ പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരെല്ലാം പാഷനേറ്റാണ്, ഈ വിഷയത്തിൽ പാഷനേറ്റാണ്. അവരെല്ലാം മാറില്ല വീഴും വരെയും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നിയത് ഓരോ പാട്ടും ഒരു വിധിയാണെന്നുള്ളതാണ്. കാരണം അതിൻ്റെ കലാമൂല്യമാണോ എന്നുള്ളതും അതിൻ്റെ ഇപ്പോഴും വരുന്നത് കുറേ സാങ്കേതികത കൂടുന്നുണ്ട് മ്യൂസിക്കിന്. അപ്പോൾ ആ സാങ്കേതികത്വത്തിൽ നിന്നുകൊണ്ട് സംഗീതത്തെ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ പുതിയ, അതായത് കൗമാരത്തെ അല്ലെങ്കിൽ യൗവനത്തെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സംഗീതം. അതവർക്ക് ഇഷ്ടവുമാണ്. അതിനിടയ്ക്ക് ഇത്തരം പാട്ടുകൾ 1000 പാദസ്വരങ്ങളൊക്കെ ഇവിടെ ഇനി നിലനിൽക്കില്ല. കാരണം അതിന് നിലനിൽക്കണമെങ്കിൽ നിർമ്മാതാക്കൾ വിചാരിക്കണം. നിർമ്മാതാക്കൾക്ക് അത് വേണ്ട. ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കൂട്ടുന്ന 2-3 പാട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാവണം. അതിനുവേണ്ടി പറച്ചിൽ പാട്ട് മതി എന്നുള്ള ഒരു രീതിയാണ് എഴുത്തുകാരെ സംബന്ധിച്ച്. ഇപ്പോൾ പറച്ചിൽ പാട്ടാണല്ലോ കൂടുതലും. അപ്പോൾ അതിൻ്റെ ആ കാവ്യ സ്വഭാവം നഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഒരു ചിത്രത്തിൽ പാട്ട് എഴുതുകയാണെങ്കിൽ ആദ്യം പറയുന്നത് കാവ്യ രീതി മാറ്റുക, കവിത വേണ്ട, അത് എന്തെങ്കിലും പറയുന്ന രീതിയിലുള്ള പാട്ടുകൾ മതി.
ഇപ്പോൾ ട്രെൻഡ് യൗവനങ്ങൾക്ക് മാത്രം തുറന്നിട്ടിരിക്കുകയാണ് വഴികൾ. അപ്പോൾ അവിടെ ഈ മറ്റ് കവിതകൾക്കും ഇതൊക്കെ സ്ഥാനം കുറയുന്നു എന്നുള്ളതാണ്. അതെ, ശരിക്കും 18 പടി എന്ന ചിത്രത്തിൽ മഴയോട് ചേർന്ന് ഞാൻ നിന്നു എന്നൊരു ഗാനം, അത് എന്തുകൊണ്ടെന്നറിയില്ല, അതിന് വേണ്ടൊരു ശ്രദ്ധ കിട്ടിയില്ല. അത് മീഡിയ ഉൾപ്പെടെ ആ ഗാനം കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴയോട് ചേർന്ന് ഞാൻ നിന്നു എന്നുള്ള ഒരു ഗാനം, സിത്താര പാടിയിരിക്കുന്ന പാട്ട്. നല്ല പാട്ടുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ മീഡിയയ്ക്കും ഒരു വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഈ സംഗീതം എത്തിക്കുക എന്നുള്ളതാണ്. നല്ല സംഗീതത്തെ എത്തിക്കുവാനുള്ള ശ്രമവും ഈ ചലച്ചിത്രത്തിൽ പ്രവർത്തിക്കുന്നവർ മുൻകൈ എടുക്കുന്നില്ല ഇപ്പോൾ. കാരണം നേരത്തെ പറഞ്ഞതാണ് സംഭവം, അടിപ്പൊളി പാട്ടുകൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ്. രാംഗോപാൽ ഫുള്ളി ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് ഇപ്പം AI വെച്ച് ഈ പാട്ട് ഈ പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് നമുക്ക് AI മ്യൂസിക് അത്രത്തോളം ഐ തിങ്ക് ഈ പാസ്റ്റ് 1 to 2 ഇയേഴ്സിനാണ് AI മ്യൂസിക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മീഡിയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് ചെയ്യാൻ. അതിൻ്റെ അകത്ത് ചിലവർ മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നത് അവർ പാട്ടൊന്നും എഫർട്ട് അവർ AI മ്യൂസിക് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഐ മീൻ അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഫേർട്ടുകളെ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഗ്രോത്ത് AI മ്യൂസിക്കിന് കാണും. ബിക്കോസ് അത്ര മ്യൂസീഷ്യൻസിന് അത്രയും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. AIക്കുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ റേറ്റും കൊടുത്താൽ നമുക്കൊരു ഫുൾ ട്രാക്ക് നമുക്ക് അവർ തന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഓരോ സ്റ്റെം ഫയൽസ് ആയിട്ട് നമുക്ക് തരും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ AI മ്യൂസിക് ഗ്രോ ചെയ്ത് വരും. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും എല്ലാവരും AI മ്യൂസിക് ആകുമ്പോൾ അത് ജനറിക് ആയി തുടങ്ങും. ലൈക്ക് എല്ലാം കാരണം AI എന്തായാലും AI ബേസ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഉള്ള പാട്ടുകൾ ബേസ് ചെയ്താണ്. അല്ലെങ്കിൽ AI കംപ്ലീറ്റ്ലി പുതിയ സാധനമായിട്ട് ആലോചിക്കുകയല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് വെച്ചാൽ. അപ്പോൾ അതിങ്ങനെ ഗ്രോ ചെയ്ത് വരുമ്പം അതൊരു പോയിന്റിൽ സാച്ചുറേറ്റഡ് ആവും. പിന്നെ അപ്പോഴും വീണ്ടും ഹ്യൂമൻ ലൈക്ക് മ്യൂസീഷ്യൻസിന് വീണ്ടും ഇമ്പോർട്ടൻസ് വരും എന്നാണ്. ഇപ്പം ഈ പടത്തിൽ ഫുൾ എനിക്ക് റോ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. അത് അനുസാരം പറഞ്ഞത് പടം മൊത്തം റോ ആണ്. നമുക്ക് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നപ്പോഴത് വായിച്ചപ്പോഴൊക്കെ ഫുൾ ആ ഒരു നമുക്ക് ആ റോ ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം വായിച്ചേക്കുന്ന എനിക്ക് 5 ഇൻസ്ട്രുമെന്റ് ഞാൻ വായിക്കാറുണ്ട്. ഗിറ്റാർ, കീബോർഡ്, കഹോൺ, യൂക്കലേലി, ഡ്രംസ് ഞാൻ 5 വായിക്കാറുണ്ട്. അപ്പം എനിക്ക് വായിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ വായിച്ച് അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തതാണ്. ബാക്കി ടോൺസ് സിന്തസൈസ് ചെയ്തു അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്.